ഹായ്, ഗുഡ് മോർണിംഗ്. നമുക്ക് ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലോട്ട് കിടക്കാം. മാർക്കറ്റ് ഫ്ലാറ്റാണ്. ഫ്ലാറ്റായി നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നത് 25,000 മേളിൽ തന്നെയാണ്. സോ മാർക്കറ്റിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ട്രംപിൻ്റെ ഇഷ്യൂസ് ഉണ്ട്. രണ്ടാമത്തത് റിസൾട്ട് സീസൺ വരുന്നുണ്ട്, അതിൻ്റെ ഒരു ചെറിയൊരു സിറ്റുവേഷൻസ് ഉണ്ട്. മൊത്തത്തിൽ നമ്മുടെ ജെയിൻ സ്ട്രീറ്റിൻ്റെ 3 ഇഷ്യൂസ് അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇത്രയും ഇഷ്യൂസ് കാരണം മാർക്കറ്റിന് മുകളിലേക്ക് കയറാൻ പറ്റുന്നില്ല, എന്നാൽ വീഴുന്നും ഇല്ല എന്നുള്ളതാണ്. മുകളിലേക്ക് കയറാൻ പറ്റാത്തത് ലിക്വിഡിറ്റി ഇല്ല എന്നുള്ളതാണ്. അവിടെ ജെയിൻ സ്ട്രീറ്റ് പോലുള്ള ഒരു വലിയൊരു കമ്പനി പോകുന്നു എന്ന് പറയുമ്പോൾ 3% ഓഫ് വോളിയമാണ് അവിടെ കുറയുമെന്ന് പ്രതീക്ഷിച്ചാലും ജെയിൻ സ്ട്രീറ്റിന് ഇമ്പാക്റ്റ് വരുന്നത് കാരണം ഞങ്ങൾക്കും ഇമ്പാക്റ്റ് വന്നാലോ എന്നുള്ള രീതിക്ക് ബാക്കിയുള്ളവരും അവരുടെ എക്സ്പോഷർ കുറയ്ക്കും. സോ ദറ്റ് ആ ഒരു 3%-നേക്കാളും ലിറ്ററലി ബാക്കിയുള്ളവർ 0.5% വെച്ച് കുറച്ചാൽ പോലും നമ്മുടെ മാർക്കറ്റിൽ ഒരു 10-20% വോളിയം ലിറ്ററലി ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മാർക്കറ്റ് പോവും. അപ്പോൾ അത് മാർക്കറ്റിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. കയറിപ്പോകാൻ ലിക്വിഡിറ്റി ഇല്ല, ഇറങ്ങി വരാനും കാര്യമായിട്ടുള്ള ലിക്വിഡിറ്റി ഇല്ല. അപ്പോൾ മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങും എല്ലാം കഴിഞ്ഞു. ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഏരിയ ആയിരുന്നു. എന്നാൽ അതിനുശേഷം ജെയിൻ സ്ട്രീറ്റിൻ്റെ ഇഷ്യൂ കാരണം മാർക്കറ്റ് ഏതാണ്ട് ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് വീഴുന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് സപ്പോർട്ട് ഏരിയയാണ്. 24,800 to 25,000 എന്നുള്ളത് ഒരു സപ്പോർട്ട് ഏരിയയാണ്. അപ്പോൾ അവിടേക്ക് മാർക്കറ്റ് വരുവാണ്, റീടെസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയിലാണ് വരുന്നത്. അപ്പോഴും വേറെ പ്രശ്നങ്ങളില്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യപ്പെട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് മാക്സിമം ഈ ഒരു 24,800, ഇത് ബ്രോഡർ ലൈനാണ്, ഞാൻ 24,600 ഇട്ടിരിക്കുന്നത്. ഓക്കെ, നമ്മൾ കണ്ടു മേളിലോട്ട് പോയപ്പോൾ 25,600 സപ്പോർട്ട് റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ട്. അതുപോലെ സപ്പോർട്ട് എടുക്കുന്ന ഏരിയയാണ് 25,500 to 600 റേഞ്ച് എന്ന് പറയുന്നത്. ഇവിടെ കാണുമ്പോൾ അറിയാം നിങ്ങൾക്ക്, ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് സപ്പോർട്ട് ബൗൺസ് ചെയ്യുന്ന ഒരു ഏരിയയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ബൗൺസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ ഇപ്പോൾ ഈ ഒരു അപ്പർ ട്രെൻഡ് ലൈനിൻ്റെ ലോവർ ഏരിയ എന്ന് പറയുന്നത് 25,000 ആണ്. അപ്പോൾ ഈ 25,000 ആണ് നമ്മുടെ ഏറ്റവും നിയർ ആയിട്ടുള്ള സപ്പോർട്ട്. നിങ്ങൾക്കറിയാം 25,240 ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ. ഇത് ഈ ഒരു ബോക്സ് 25,240 ആണ്. മേളിലോട്ട് പോയപ്പോൾ അവിടെ ആയിരുന്നു റെസിസ്റ്റൻസ്. തിരിച്ച് 24,800. ഇതിനിടയ്ക്ക് 25,100 ഇരിപ്പുണ്ട്, 24,960 ഇരിപ്പുണ്ട്. ഈ ഒരു ഏരിയാസ് 960 ആണ്. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് 960 റേഞ്ചാണ്. സോ ഈ 4 ഏരിയാസ് നമ്മൾ നോക്കി വയ്ക്കുക. ഒരു ട്രേഡർ മാത്രമേ ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ഒരു സ്വിംഗ് ട്രേഡറാണ് എന്നുണ്ടെങ്കിൽ, അതായത് ഇൻട്രാഡേ ട്രേഡറാണ് ഇത് നോക്കി വയ്ക്കേണ്ടത്. സ്വിംഗ് ട്രേഡറാണ് എന്നുണ്ടെങ്കിൽ 25,000 ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക, 24,800 നോക്കുക, 24,440 നോക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ 25,4,800 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലേക്ക് സ്വിംഗ് പൊസിഷൻസൊക്കെ SL ഹിറ്റ് ചെയ്തിട്ടുണ്ടാവും. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ കാമായിട്ട് കീപ്പ് ചെയ്യാം. ഓൾമോസ്റ്റ് എല്ലാ സ്റ്റോക്സിലും ഇപ്പോൾ 800 എടുത്ത സ്റ്റോക്സൊക്കെ ഇത് 820 മേളിൽ പോയിട്ട് 808 വന്ന് നിൽപ്പുണ്ട്. ഇപ്പോൾ എത്ര 1% പ്രോഫിറ്റിൽ ഉള്ളൂ ആ സ്റ്റോക്കൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ഫ്രണ്ടിൽ കാണേണ്ടി വരും. HDFC ബാങ്ക് നമ്മൾ പറഞ്ഞിട്ടില്ല. HDFC ബാങ്കിലാണെങ്കിൽ 1% ഡൗൺ ആയിട്ടുണ്ട്, കാണുന്നുണ്ടോ? 1% ആയിട്ടില്ല, 0.95% ഡൗൺ ആണ്. ഇതുപോലെ മാർക്കറ്റ് താഴേക്ക് വരുമ്പോൾ നമ്മൾ പൊസിഷൻ കട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഇൻ കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ നഷ്ടം എത്രയാണെന്ന് പറയുമ്പോൾ ഹാർഡ്ലി ഒരു 1 to 1.5% ആയിരിക്കും നഷ്ടം. മാർക്കറ്റ് പോയിട്ട് തിരിച്ചു വരുമ്പോൾ, മാർക്കറ്റ് കയറുമ്പോൾ ഇത് ഒറ്റയടിക്ക് നമുക്കൊരു 5 to 10% ഗ്രാബ് ചെയ്യാൻ പറ്റും. ആ സമയത്ത് നമ്മുടെ ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 7 to 8% മാറും. എന്നാലും നമ്മൾ സേഫ് അല്ലേ, ആ ഒരു കോൺസെപ്റ്റിൽ തന്നെ നിൽക്കുക. പാർഷ്യലി കട്ട് ഡൗൺ ചെയ്യേണ്ട. ഞാൻ 1-2 പേരോട് സംസാരിക്കുമ്പോൾ കേട്ടിരുന്നു, ഞാൻ പൊസിഷൻ കീപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. പൊസിഷൻ കീപ്പ് ചെയ്യുന്നതിനേക്കാളും പാർഷ്യലി കട്ട് ഡൗൺ ചെയ്യുക, എന്നിട്ട് അതിൽ കീപ്പ് ചെയ്യണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ, ഫണ്ടമെൻ്റലി ഗുഡ് ആണെങ്കിൽ കീപ്പ് ചെയ്യുക. ഇപ്പോൾ റിലയൻസ് ഒക്കെ താഴോട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ കട്ട് ഡൗൺ ചെയ്യണമെങ്കിൽ കട്ട് ഡൗൺ ചെയ്യാം. നമ്മളവിടെ 1,250, 350 റേഞ്ചിലൊക്കെ വന്ന സ്റ്റോക്കാണ്. സോ അത് ഇച്ചിരി ഒരു ഓവർ പ്രൈസ്ഡ് ആയിട്ട് നിൽക്കാനുള്ള സാധ്യതയുണ്ട്. വേണമെങ്കിൽ കട്ട് ഡൗൺ ചെയ്തിട്ട് താഴ്ന്നു വരുമ്പോൾ മേടിക്കാം എന്നുള്ളതേ ഉള്ളൂ. സോ ഇത്രയേ ഉള്ളൂ.
ഒരുപാട് ഡെപ്തിലേക്ക് പോകുന്നില്ല. മാർക്കറ്റിൽ പ്രത്യേകിച്ച് കയറിപ്പോകാനുള്ളൊരു റീസൺ ഇല്ല. ഏതെങ്കിലും നല്ല സ്റ്റോക്കിൻ്റെ റിസൾട്ട് വരട്ടെ, മാർക്കറ്റ് കയറി പൊക്കോളും. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് കയറാം. പ്രത്യേകിച്ചൊന്നുമില്ല. മാർക്കറ്റ് ഇനി 25,500 മേളിൽ കയറിയാൽ ഇനി അവിടെ ഒരു ബുൾ റൺ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ക്യാപിറ്റൽ ഡിപ്ലോയ് ചെയ്യണമെങ്കിൽ എനിക്ക് ഈ ഹൈ ബ്രേക്ക് ചെയ്യണം എന്നുള്ളത് 25,600 മേളിൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്ലോസിങ്. എന്നെ സംബന്ധിച്ചിടത്തോളം 25,660 മേളിൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്ലോസിങ്ങിലായിരിക്കും അടുത്ത ക്യാഷ് ഡിപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത്. ഇതിൽ കുറേ സ്റ്റോക്സ് ഈ ഏരിയയിൽ നിന്ന് താഴേക്ക് വരാൻ തുടങ്ങിയപ്പോഴേക്കും പാർഷ്യലി എക്സിറ്റ് അടിച്ചിട്ടുണ്ട്. ബിക്കോസ് കണ്ടിട്ട് എനിക്കിത് ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ വരച്ചിരിക്കുന്നുണ്ടോ. സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ്, സിമ്പിൾ ചാർട്ട് അനാലിസിസ് ആണ്. അത്ര ക്വാളിറ്റി ആയിട്ട് മൂവ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക എന്നുള്ള ഒരു ബേസിക് കോൺസെപ്റ്റ്. 2%-ൽ 2% പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ കോൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. ഒരു ബ്രേക്ക് അപ്പായിരുന്നു, ഒരു ബ്രേക്കിംഗ് ഓൺ ഹയർ സൈഡായിരുന്നു ഒരു ട്രെൻഡ് ലൈനിൽ. എന്നാൽ അത് സബ്സൈഡ് ആയിപ്പോയി. അവിടെ ജെയിൻ സ്ട്രീറ്റിൻ്റെയും കുറച്ച് പ്രശ്നങ്ങൾ കാരണം മാർക്കറ്റ് താഴേക്ക് വന്നു. ആ താഴേക്ക് വന്നത് ഇപ്പോൾ വീണ്ടും ചാനലിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. സോ ആ ഒരു ചാനലിൻ്റെ ബോട്ടം റീടെസ്റ്റ് ചെയ്ത് ചിലപ്പോൾ തിരിച്ച് വരുമായിരിക്കും. ഇവിടെ ഒരു ചാനൽ റീടെസ്റ്റ് ചെയ്തിട്ടാണ് ബ്രേക്ക് ഔട്ട് ചെയ്യാൻ ശ്രമിച്ചത്. ചിലപ്പോൾ ഇവിടെ വീണ്ടും വന്നൊരു ചാനൽ റീടെസ്റ്റ് ചെയ്തിട്ടായിരിക്കും. ചിലപ്പോൾ ഇതുപോലൊരു ബ്രേക്ക് ഔട്ട് താഴേക്ക് വന്നിട്ടായിരിക്കും ചിലപ്പോൾ പോവുക. ഓക്കെ, നമുക്ക് നോക്കാം മാർക്കറ്റ് എങ്ങനെയെന്നുള്ളത്. നല്ല മാർക്കറ്റ് കിട്ടുക നമുക്ക് വളരെ കുറച്ച് സമയമേ ഉള്ളൂ. നമുക്ക് നോക്കാം. ഓക്കെ, എന്നാലും നല്ല മാർക്കറ്റ് കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. അതെന്താണ്? ക്രൂഡ് ഓയിലാണ് അല്ലേ. നമ്മളിപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രൂഡ് ഓയിൽ. ഇപ്പോൾ അടുപ്പിച്ച് കുറേ ദിവസമായിട്ട് നമ്മൾ ക്രൂഡ് ഓയിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. സോ ഇത് ഡേ ടൈം ഫ്രെയിമിൽ നിങ്ങൾ നോക്കിയാൽ ക്രൂഡ് ഓയിൽ തിരിച്ച് റീഗെയിൻ ചെയ്യുന്നുണ്ടല്ലേ. ട്രംപിൻ്റെ ഇഷ്യൂസ് വീണ്ടും തലപൊക്കിയ സ്ഥിതിക്ക് ഇത് കണ്ടോ, റീടെസ്റ്റ് ചെയ്ത് മാർക്കറ്റ് വന്നു തിരിച്ച്. ഇതിനൊരു ട്രെൻഡ് ഉണ്ട്, ലൈറ്റായിട്ടുള്ളൊരു ട്രെൻഡ് ഉണ്ടല്ലേ. ഇത് ഇങ്ങനെ വേണമെങ്കിൽ എടുക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് മാത്രം വേണമെങ്കിൽ ഇത്രയും മാത്രം എടുക്കാം. ട്രെൻഡ് വരുന്നു. ഇതിൻ്റെ ഹൈ റേഞ്ച് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് വയ്ക്കുക എന്നുള്ളതാണ്. ഇത് കാണുന്നുണ്ടോ ഈ ഒരു ഏരിയ, അതിൻ്റെ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, ഞാൻ പേഴ്സണലി എടുക്കാറുണ്ട്, ക്രൂഡ് ഓയിൽ റേഞ്ചസ് നോക്കാറുണ്ട്. സോ ഈ ഒരു ഗ്യാപ്പ് കണ്ടോ, ഈ ഒരു ഗ്യാപ്പിൽ ഒരു വലിയൊരു റെസിസ്റ്റൻസ് കിടപ്പുണ്ട്. ഇത് കണ്ടോ, ഇതിന് മേളിൽ ഈ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ലൈനാണ്. ഓക്കെ, കാണുന്നുണ്ടോ? ഓക്കെ, ഈ ഒരു ഏരിയ നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കോ. ആ ഒരു ഏരിയ കൊള്ളാം. അപ്പോൾ 6,000 എന്നുള്ളൊരു ഏരിയ, താഴെ 5,800, 5,800, 5,880 മേളിൽ എന്നുള്ള ലെവൽസ് ഇന്ന് നോക്കാം. അപ് ടു 6,000 അല്ല, 5,996 വരെയൊക്കെയാണ് അതിൻ്റെ ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നെക്സ്റ്റ് മൂവ് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇതിന് ശേഷം അത്യാവശ്യം വൈഡർ ആയിട്ടുള്ളൊരു ടാർഗറ്റ് ഇവിടെയും വരാൻ സാധ്യതയുണ്ട്. സോ ട്രേഡ് ചെയ്യുന്ന ആൾ ക്രൂഡ് ഓയിൽ ഒരു ബിഗിനറിന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയാണ്. ഇതിന് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒന്ന് ഇൻവെൻട്രി ഡേറ്റ പഠിക്കാനുണ്ട്, ഇതിൻ്റെ റിലേഷൻസ് വിത്ത് ഇൻ്റർനാഷണൽ മാർക്കറ്റ് പഠിക്കാനുണ്ട്. അതൊക്കെ പഠിച്ചതിന് ശേഷം മാത്രം ഒരു ബിഗിനറാണ്, ഇത് അറിയാത്ത ആളാണെങ്കിൽ ട്രേഡ് ചെയ്യുക. നമ്മുടെ ബാച്ചിൽ ഒരുപാട് പേര് പഠിച്ച് കഴിഞ്ഞവരുണ്ട്. അവർക്ക് ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതിൻ്റെ ഡേറ്റ എന്താണെന്നുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്കത് നോക്കുക എന്നുള്ളതാണ്. സോ 2 സിറ്റുവേഷൻസ് അവിടെ ഉണ്ട്, ക്രൂഡ് ഓയിലിൻ്റെയും ഇതും ഒക്കെ നിങ്ങൾക്ക് നോക്കുക എന്നുള്ളതാണ്. സോ ഇതൊക്കെ നോക്കി നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ട്രേഡ് ചെയ്ത് പോവുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതൊക്കെ വെറുതെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇടുന്ന സാധനങ്ങളാണ്. ഇതിനെ കോപ്പി ചെയ്യണം എന്നില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കിയിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ ട്രേഡ് സേഫ്, ടേക്ക് കെയർ.